പവൻ കല്യാണുമായി ഉടക്കിൻ്റെ ഭാഷയിലേക്ക് എത്തിയിരിക്കുകയാണ് നായിഡു. അതെ, പവൻ കല്യാൺ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രിയായി ഇനി തുടരേണ്ട കാര്യമില്ല. അവിടെ ജനസേനയുമായി വിള്ളലിലേക്ക് എത്തിയിരിക്കുകയാണ് ടി ഡി പിക്ക് ആന്ധ്രയിൽ കേവല ഭൂരിപക്ഷമുണ്ട്. എന്നാൽ പവൻ കല്യാണിനെ ഉപമുഖ്യമന്ത്രിയാക്കിയത് കൃത്യമായും അദ്ദേഹത്തിന് 21 സീറ്റുകളാണ് ടി ഡി പി സഖ്യത്തിൻ്റെ ഭാഗമായി അനുവദിച്ചത്. 21 സീറ്റുകളിലും പവൻ കല്യാൺ വിജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ടി ഡി പിയിലെ പല നേതാക്കൾക്കും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. എന്നിട്ടും നായിഡു അതൊക്കെ ക്ഷമിച്ചു. എന്നാൽ തലയിൽ കയറി നിരങ്ങിയാൽ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ കൃത്യമായി നായിഡു ചോദിക്കുന്നത്. പവൻ കല്യാണിൻ്റെ അധികാര ഗർവ് അത് സഹിച്ചു കൊടുക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ്. BJP പവൻ കല്യാണിൻ്റെ എല്ലാ കാര്യങ്ങളെയും താങ്ങുന്നു. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ ആന്ധ്രയ്ക്ക് വിഹിതം ഉൾപ്പെടെ കൊടുത്തതുമില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. നിലവിൽ TDP ചെയ്യുന്നത് YSR കോൺഗ്രസിൽ നിന്നും ഉള്ള രാജ്യസഭാ MP-മാരിൽ പലരെയും ചാക്കിട്ട് പിടിക്കലാണ്. എന്നാൽ അത് അധികം വൈകാതെ അവസാനിപ്പിക്കാൻ തനിക്കറിയാം എന്നാണ് കൃത്യമായും YSR കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. ശർമിളയും ജഗൻമോഹൻ റെഡ്ഡിയും ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. YSR കോൺഗ്രസിലേക്ക് ലയിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. എന്നാൽ സഖ്യമാകാം എന്നുള്ളത് YSR കോൺഗ്രസ് പച്ചക്കൊടി കാണിച്ച ഒരു കാര്യം തന്നെയാണ്. ആന്ധ്രയിൽ അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിലേ പറ്റൂ. അവിടെ കോൺഗ്രസിനുള്ള വോട്ട് ഷെയർ കൂടി ഉണ്ടെങ്കിലേ തനിക്ക് ഇനിയൊരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന് തിരിച്ചറിവ് ജഗൻമോഹൻ റെഡ്ഡി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധിയായ വിഷയങ്ങളിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നായിഡു മുന്നണിയിലെ സഖ്യകക്ഷികളുമായി ഉടക്കിൻ്റെ ഭാഷയിലാണ്. BJP-യുമായി പല കാര്യങ്ങളിലും കേന്ദ്രത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആരായുകയാണ്. തീർച്ചയായും അത് ഗുണം ചെയ്യും. തിരുപ്പതിയിലെ ലഡു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു നേരത്തെ നായിഡു ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന രീതിയിലേക്ക് വന്ന്. അന്ന് ജഗൻമോഹൻ റെഡ്ഡി ഭരണകാലത്ത് നിരവധിയായ നേതാക്കളെ പിൻവാതിലൂടെ നിയമിച്ചു എന്നായിരുന്നു നായിഡു കുറ്റപ്പെടുത്തിയത്. അമരാവതി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നായിഡുവിനെ നേരത്തെ ജഗൻ്റെ സർക്കാർ ഇരുന്ന കാലത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതിൻ്റെ വൈരാഗ്യം, അതായത് അതിനുവേണ്ടി പരസ്പരം പോർ വിളിക്കുകയാണ്, അതിൻ്റെ കണക്ക് തീർക്കാനാണ് തന്നോട് ഇപ്പോൾ നായിഡു ശ്രമിക്കുന്ന, അല്ലാതെ ഒരു ഗുഡ് ഗവേണൻസിന് വേണ്ടിയല്ല നായിഡുവിൻ്റെ ശ്രമം എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത്. ആദ്യമൊക്കെ ജഗനെ പോലും എതിർത്തിരുന്ന ശർമിള ഇപ്പോൾ കൃത്യമായും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജഗനും കോൺഗ്രസുമായി ഒരു സഖ്യ നീക്കത്തിലേക്ക് ഉള്ള പാലമായി ഇപ്പോൾ ശർമിള മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും ആന്ധ്രയിൽ NDA-ക്കുള്ളിൽ അടുത്ത വെടി പൊട്ടും എന്ന് സൂചനയുണ്ട്.